മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കാറ്റാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വീടും ഒടുമ്പോൾ, സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ, ആടും ചിമ്മിണ്ണി ആകാശത്തെ തുകുമ്പിൽ കാണാക്കും നേരൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. പാലിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത്, തേടി ചെന്നേ നാമാരും പോകാതെടുത്ത്, ചേരാമൊന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ, അറിയാമോ കുന്നും മേലെ ഉടയോ നാമാശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ, മുളനാമ്പിൻ തുമ്പത്താണേ, കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. ആരും കാണുന്നില്ല. കുറച്ചു നേരം കാറ്റ് കൊണ്ട് ഇവിടെ ഇരുന്ന് പത്രം വായിക്കാം. ഓ ഈശ്വര, ബാങ്കിന്റെ ടാക്സ് പലിശ കുറയ്ക്കുന്നതായിരിക്കും. എന്റെ മോട്ടു, നീ ഇതെങ്കടാ എന്നെ വിളിച്ചോണ്ട് പോണത്? എന്ത് വാർത്ത? നമുക്ക് ഗുണമുള്ളതൊന്നും പത്രത്തിൽ വരില്ല. വെറുതെ കാശ് കളഞ്ഞു. എന്തേലും വീശാനെങ്കിലും ഉപയോഗിക്കാം. എന്റെ ഗംഭീര ഒന്ന് വേഗം നടക്ക്. ആ പുഴവക്കത്ത് പോയിട്ടേ നമുക്ക് നല്ല കാറ്റുകൊണ്ടിരിക്കാം. നടന്ന് നടന്ന് കാലിന് ഊപ്പാട് തരുന്നിട്ടാ. വേഗം വാ. ഞാൻ നടക്കല്ലേ? ഗംഭീര, അങ്ങോട്ടൊന്ന് നോക്കി. എങ്ങോട്ട്? എന്റെ ഗംഭീരേ, ദേ അങ്ങോട്ട്. ദാ അവിടെ പപ്പീസ് ഇരിക്കുന്ന കണ്ടോ? ദേ നോക്ക്. കാശുള്ളവർക്ക് എന്താവാലോ? മനസ്സിലായില്ല, നീ എന്താ പറഞ്ഞേ? അതായത് മോട്ടു, എന്റെ കയ്യില് ധാരാളം പണം ഉണ്ടെന്ന് വിചാരിക്ക. ദേ ഞാൻ അങ്ങനെ വിചാരിച്ചു. എങ്കി പിന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പല്ലേ? ഗംഭീരേ, നീ ഇതിനെന്താ പറയണത്? ഇതായിരിക്കണം പപ്പീസിനെ പറ്റി. എന്റെ ഗംഭീരേ, ആ പപ്പീസ് ഉണ്ടല്ലോ, കടം വന്ന് പൊട്ടി പാളീസായിരിക്കാണ്. എന്നാരാ പറഞ്ഞു? ദേ നീ ഇങ്ങോട്ട് വന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വാ. ഒരാൾക്ക് കടം വന്ന് മുടിയാൻ അധികം നേരം ഒന്നും വേണ്ട ഗംഭീരെ. തീ വിലയായി എല്ലാറ്റിനും. പക്ഷെ എനിക്ക് ഗുണമുള്ള
ഒരു സാധനത്തിന് വിലയില്ല. അതെ ഗംഭീരേ, നമ്മുടെ പപ്പീസും കപിലും കൂടി ബിസിനസ് ചെയ്ത കാര്യം നിനക്കറിയായിരുന്നോ? മോട്ടു മെഗാ സീരിയൽ പോലെ ഇങ്ങനെ നീട്ടിപ്പിടിക്കണ്ട, ഷോർട്ടായിട്ട് പറഞ്ഞാ മതി. എന്നാ ഷോർട്ടാക്കാം. പപ്പീസും കപിലും തമ്മിൽ തെറ്റി അടി വെച്ച് പിരിഞ്ഞു എന്നാ കേട്ടെ. 1-2 കൊല്ലമായി ബിസിനസ് ആകെ നഷ്ടത്തിലാ. പപ്പീസ് പറയുന്നത് കപില് മൊത്തം അടിച്ചുകൊണ്ടുപോയിന്ന്. കപിൽ പറയുന്നത് പപ്പീസ് മൊത്തം അടിച്ചു മാറ്റിന്നായിരിക്കും. അതെങ്ങനെ ഗംഭീറിന് മനസ്സിലായി? ഈ ഗംഭീറിനെ പഴയ ശൗര്യം പോയിന്നുള്ളൂ, ബുദ്ധിക്ക് ഒരു കുറവും വന്നിട്ടില്ല. ദേ അങ്ങോട്ട് നോക്കി, ആശാൻ വരുന്നുണ്ട്. ഗംഭീര ദേ ഇങ്ങോട്ട് വന്നേ. എടാ ഗംഭീരേ വാ, ഇങ്ങോട്ട് വാ. വന്നേ, ഞാൻ പറ്റിച്ചതാന്നേ, നീ വാ. ആശാൻ വന്നിട്ടില്ലേ? അയ്യേ, നാണക്കേടായി. ഇനിയിപ്പോ എങ്ങനെ അവളുടെ മുഖത്തൊക്കെ? അപ്പൊ പേടിയുണ്ടല്ലേ? ബുദ്ധിയും പോയി ശൗര്യവും പോയി. മോട്ടു, ഇത് പേടിയല്ല, കാട്ടാടി മലക്കാരുടെ കാവൽക്കാരനാണ് നമ്മുടെ ആശാൻ. അതുകൊണ്ട് തന്നെ ആശാനെ ബഹുമാനിച്ചേ പറ്റൂ. ഗംഭീരേ, എന്നാ നീ വാ, നമുക്ക് ആശാനെ പോയി കാണാം. പപ്പീസിന്റെ കാര്യം ആശാനോടൊന്ന് പറയാം. എന്നാ പോയാലോ? അതാണ് നല്ലത്. നമ്മളെക്കാളും കൂടുതൽ ലോകം കണ്ടവരാ നമ്മുടെ ആശാൻ. ആ അത് ശരിയാ, ആശാൻ കണ്ടത്ര ലോകമൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ നീ ആശാൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓടിയത്. അതെ, ഈ കാറ്റാടിമല മൊത്തത്തിൽ ക്ലീനാണ്. ആ, പ്രകൃതി സൗഹൃദമായ ഒരിടമാണ് കാറ്റാടിമല. ഈ വമ്പനാശാനുള്ളിടത്തോളം കാലം ഈ കാറ്റാടിമലയിൽ ഒരില പോലും അനങ്ങില്ല. അത് ഈ വമ്പനാശാന്റെ ഉറപ്പാ. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. ആശാനെ, അല്ല, രണ്ടുപേരെയും ഇങ്ങോട്ടൊന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ. കുറച്ചു നാളായിട്ട് ആശാനെയും കാണാൻ കിട്ടുന്നില്ല. അതെ അതെ, പണ്ടൊക്കെ ഈ കാറ്റാടിമലയുടെ ഓരോ മുക്കിലും മൂലയിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ നടന്നു പോകാറുണ്ട്. ദേ, ഈ ഫോൺ വാങ്ങിയ പിന്നെ നടപ്പുമില്ല, യാത്രയുമില്ല. അതെയോ? ആശാന് അതിന്റെ പ്രശ്നങ്ങളും ഈ കാറ്റാടിമലയിലുണ്ട് കേട്ടോ. ആ, ഞാനറിയാത്ത എന്ത് പ്രശ്നങ്ങളാണ് ഈ കാറ്റാടിമലയിൽ ഉണ്ടായത്. അപ്പോ പപ്പീസിന്റെ കാര്യമൊന്നും ആശാൻ അറിഞ്ഞില്ലേ? സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് അവൻ പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു. ആശാന്, നമ്മുടെ പപ്പീസിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ. ഓ, അതെ, നമ്മുടെ പപ്പീസും അവന്റെ പാർട്ട്ണറും അടിച്ചു പിരിഞ്ഞു എന്നാ കേൾക്കുന്നത്. പപ്പീസ് ഇപ്പോ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിപ്പാ. ഓഹോ, തന്നെയല്ല, അവന്റെ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റങ്ങളും കാണുന്നുണ്ട്. അതൊന്ന് അന്വേഷിക്കണം. ഓഹോ, അങ്ങനെയാണല്ലേ. ആ, ഗംഭീര എന്താ ആശാന്? മോട്ടു, ഞാൻ പണ്ട് മുതലേ ഒരു കാര്യം നിങ്ങളോട് പറയാറുണ്ട്. അതായത്, ഈ കാറ്റാടിമലയിലെ ഓരോ വീടും നമ്മുടെ എല്ലാവരുടേതുമാണെന്ന്. അതുകൊണ്ട് തന്നെ പപ്പീസിന്റെ വീടും പപ്പീസിന്റെ വീട്ടിലെ പ്രശ്നങ്ങളും നമ്മുടേത് കൂടിയാണ്. ഏതായാലും ഞാൻ ഇന്ന് തന്നെ പപ്പീസിനെ പോയി കാണുന്നുണ്ട്. ആശാനെ, ഈ കാര്യം പറയാൻ തന്നെയാ ഞങ്ങളും ഇങ്ങോട്ട് വന്നത്. ഓ. എന്നാ ഇനി ഞങ്ങള് പൊക്കോട്ടെ. ശരി. ആശാന്, ആയിക്കോട്ടെ. കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ലേ? വാട ഗംഭീര, പോകാം. അന്ന് ഞങ്ങൾ ഇറങ്ങണേ. ശരി, ടാറ്റ. ഓ, കാറ്റ് കൊള്ളാന്ന് വെച്ചിട്ട് പുറത്തിറങ്ങി വന്നപ്പോ ദാ വരുന്നു. ഷടോ, ഏതായാലും ആശാന് തല കൊടുക്കണ്ട, പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങ. ഇവിടെ നിറയെ വെള്ളാണല്ലോ. പപ്പിസേ, ആശാനെ, ഞാനേ നിന്നെ കുറെ കാലമായി അന്വേഷിക്കുന്നു. നിന്നെ ഒന്ന് കാണാൻ കിട്ടുന്നില്ലല്ലോ. അതിലാശാനെ, ഞാനൊന്ന് തെന്നി വീണായിരുന്നു. നടുവിന് ഭയങ്കര വേദന. ഇപ്പൊ തിരുമലില, അതുകൊണ്ടാ പുറത്തേക്കൊന്നും കാണാത്തത്. ആ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്താ ആശാനെ? ദേ പപ്പീസേ, അധികം വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്നെ നോക്കിയേ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ടോ? ഒരു കുഴപ്പമില്ല. പപ്പീസേ, നിന്റെ അഭിനയം അത്ര പോരാ. ദേ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു. അതിന് ആശാനെ, എന്റെയും കപിലിന്റെയും ബിസിനസ് പൊളിഞ്ഞു.
ലാഭം മുഴുവൻ കപിൽ അടിച്ചു മാറ്റി. ഓ കടക്കാരെ പേടിച്ച് ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഓഹോ, അപ്പോ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. ഉം. എന്നിട്ട് കപിലിപ്പോൾ എവിടെയാ? ഓ അറിയില്ല ആശാനെ, ഞങ്ങൾ തമ്മിൽ ലാസ്റ്റ് കണ്ടത് ഒരു 3 മാസം മുൻപാ. ആ കപിലേ, നീ അവിടെ നിന്നോ? മര്യാദയ്ക്ക് അവിടെ നിൽക്കാനാ പറഞ്ഞത്. കപിലേ, മര്യാദയ്ക്ക് അവിടെ നിന്നോ, ഇല്ലെങ്കിൽ നീ വിവരം അറിയും കേട്ടോ. പല്ല് തീർക്കാനാ നീ ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. കപിലേ, കളിക്കല്ലേ. 2 കൊല്ലമായി കണക്കിൽ കൃത്രിമം കാണിച്ച് കമ്പനിയുടെ ലാഭം മുഴുവൻ നീ തട്ടിയെടുത്തു. കടം മാത്രം എന്റെ കണക്കിൽ നീ പെടുത്തി. നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരും. ചടാവുമ്പോ ചിലപ്പോ പൊട്ടിപ്പൊളിഞ്ഞിരിക്കും. അതിന് നീ എന്തിനാ എന്നെ തല്ലാൻ വരണത്? എടാ കപിലേ, നീ എന്നോട് ചെയ്ത് ചതിക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടാ, രക്ഷപ്പെടാമെന്ന് കരുതിയോ? എന്നെ പറ്റിച്ചിട്ട് നീ അങ്ങനെ മുങ്ങണ്ട. കേക്കടാ. അയ്യോ വേണ്ട വേണ്ട. അയ്യോ വേണ്ട. അയ്യോ പപ്പീസിനോടാ കളി. ആശാനെ പറ്റിപ്പോയി. അറിയാതെ ദേഷ്യത്തിൽ അവന്റെ തലയിലടിച്ചതാ. എന്നിട്ട് കപിലിപ്പോൾ എവിടെയാ? ആശുപത്രിയിലാണെന്നാ ഞാൻ അറിഞ്ഞത്. പപ്പീസേ, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ വരെ മധ്യസ്ഥിതിയിൽ തീരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും അത്രയ്ക്ക് വലിയ കാര്യമല്ല എന്റെ പപ്പീസേ. ആശാനെ, എനിക്ക് കപിലിന്റെ പേര് കേൾക്കുന്നത് തന്നെ വെറുപ്പാ. അന്നത്തെ ആ തല്ലോടുകൂടി ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. നഷ്ടം പറ്റിയത് എനിക്കല്ലേ, ഞാൻ അതെല്ലാം സഹിച്ചു. പപ്പീസേ, ക്ഷമിക്കാൻ പഠിക്കണം. അതുപോലെ ക്ഷമ പറയാനും പഠിക്കണം. എന്നാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. ആശാനെ, ആ കപിലുണ്ടല്ലോ, 1-2 രൂപയല്ല, ഏകദേശം ഒരു 10 ലക്ഷം രൂപയാ കടം വരുത്തിയത്. പപ്പീസേ, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രവൃത്തിയും ദൈവം കാണുന്നുണ്ടെന്ന്. നാം മറിഞ്ഞിരുന്ന് ചെയ്യുന്നത് പോലും ദൈവത്തിന് അജ്ഞാതമല്ല. അതുകൊണ്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കേ, ദൈവം നിനക്ക് നേർവഴി കാണിച്ചു തരും. പപ്പീസേ, നിന്നോടിപ്പോ ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നീ ഈശോയോട് നന്നായി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കേ, അവൻ നിന്റെ പ്രശ്നത്തിൽ ഇടപെടും. ശരി ആശാനെ. ദൈവമേ, ഈശോയെ, എന്താ പറയാ, ഒരു എന്താ എന്ത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പപ്പീസേ, നിങ്ങളാരാ? ഞാനൊരു ദൂതനാണ്. ദൂതനോ? അതെ, ദൂതുമായി വരുന്നവൻ ആരോ അവൻ ദൂതൻ. അല്ല, ഇവിടെ എന്ത് ദൂതാണ് ഈ ദൂതന് പറയാനുള്ളത്? ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷത്തിന്റെ കടയ്ക്കൽ കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് ബൈബിളിൽ സ്നാപയോഹന്നാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോ പപ്പീസിന് ബൈബിളൊക്കെ അറിയാം. കുറച്ചൊക്കെ. എന്നിട്ടെന്തേ പപ്പീസിന് ക്ഷമിക്കാൻ അറിയാത്തത്? അല്ല, ശരിക്കും നിങ്ങളാരാ? ഈ കാറ്റാടി മലയിലോ കുറിഞ്ഞുമലയിലോ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെയാ എന്റെ പേരറിയുന്നത്? കഴിഞ്ഞ 2 വർഷം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കപില് 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു.
പപ്പീസേ, ഒരു കൂട്ടുകച്ചവടത്തിലെ കണക്കുകളിൽ നീ യാതൊരുവിധ ശ്രദ്ധയും കൊടുത്തില്ല. ആയതിനാൽ തന്നെ നിന്നെ പറ്റിക്കാൻ അവൻ എളുപ്പം സാധിച്ചു. നീ അവനെ നല്ലതുപോലെ തല്ലി. അവൻ മരിച്ചിട്ടുണ്ടാകും എന്ന് പേടിച്ചാണ് നീ അവിടെ നിന്ന് ഓടിപ്പോയത്. ഇതുവരെ ശരിയല്ലേ പപ്പീസേ? അതൊക്കെ ശരിയാണ്. അവിടെ കിടന്ന് കപില മരിച്ചില്ല. അവന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടു. അവനിപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രാർത്ഥന എന്തായിരുന്നെന്ന് പപ്പീസിന് അറിയോ? ഇല്ല. നിനക്ക് നന്മ വരുത്തണേ എന്നായിരുന്നു അവന്റെ പ്രാർത്ഥന. അവൻ നിന്നിൽ നിന്നും തട്ടിച്ചെടുത്ത പണം ഇരട്ടിയായി നിനക്ക് തിരിച്ചു കൊടുക്കണേ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. പപ്പീസേ, ആ ഫോണൊന്ന് എടുത്തു നോക്ക്. അത് നിന്റെ അക്കൗണ്ടിൽ 20 ലക്ഷം കയറിയെന്ന മെസ്സേജാണ്. ഇത്ര പെട്ടെന്ന് 20 ലക്ഷം? അല്ല ചങ്ങായി, സത്യം പറ, നിങ്ങൾ ആരാ? പപ്പീസേ, കൊൽക്കത്തയുടെ തെരുവിൽ ചിലർ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവം ഒരു ചങ്ങാതിയെ ഈ ഭൂമിയിലേക്ക് മുൻകൂട്ടി കണ്ടയച്ചിരുന്നു. അവളുടെ പേര് മദർ തെരേസ എന്നാണ്. കേട്ടിട്ടുണ്ട്. നാസികളുടെ തടവറയിൽ ഗയോണിഷേക്കിന് മരണശിക്ഷ വിധിച്ചപ്പോൾ അവന് പകരക്കാരനായി ദൈവം ഒരു ചങ്ങാതിയെ കണ്ടുവച്ചിരുന്നു. അവന്റെ പേര് ഫാദർ മാക്സ്മില്യൻ കോൾബെ എന്നായിരുന്നു. അതുപോലെ ഒരു ചങ്ങാതിയാടോ ഈ ഞാനും. അല്ല ചങ്ങാതി, ഈ വിശുദ്ധരൊക്കെ എന്ന് മുതലാ ചങ്ങാതിമാരായി മാറിയത്? പപ്പീസേ, ഈ വിശുദ്ധരൊക്കെ കൂട്ടുകൂടാൻ പറ്റിയ നല്ല ചങ്ങാതിമാരാണ്. ഭൂമിയിലെ കഷ്ടതയും സ്വർഗത്തിലെ ആനന്ദവും തിരിച്ചറിഞ്ഞവരാണവർ. ചങ്ങാതി ഇത്ര പെട്ടെന്ന് മാഞ്ഞു പോയോ? ഈശോയെ. പതുക്കെ പതുക്കെ ധൃതി പിടിച്ച് നടക്കണ്ട. സൂക്ഷിച്ച് നടക്കുക. എത്ര നാളായി പുറം ലോകമൊക്കെ ഒന്ന് കണ്ടിട്ട്. നടക്കുക. ആശാനെ, എനിക്ക് എത്രയും പെട്ടെന്ന് പപ്പീസിന്റെ അടുത്ത് പോണം. അവനെ കണ്ട് എനിക്ക് മാപ്പ് പറയണം. ഇപ്പൊ തന്നെ പോണോ? പൊറുക്കാൻ പറ്റാത്ത തെറ്റല്ലേ ആശാനെ ഞാൻ അവനോട് ചെയ്തത്? എങ്കി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പോകാം. വാ. അവിടെ നടക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? പപ്പീസോടെ ഉണ്ടാവട്ടാ, വാതിലൊന്നും തുറന്നു കൊടുക്കണ്ട്. കപിലേ, നീ വന്നാ? കൂട്ടുകാരാ, കപിലേ, കൂട്ടുകാരാ, എന്നോട് ക്ഷമിക്കടാ. സോറി. പപ്പീസേ, നീ എന്തിനാ സോറി പറയണേ? ഞാനല്ല തെറ്റ് ചെയ്തത്, ഞാനല്ല സോറി പറയണ്ടേ? പപ്പീസേ, കപിലേ, കഴിഞ്ഞത് കഴിഞ്ഞു. ദേ, ഈ നിമിഷം മുതൽ നിങ്ങൾ ഉത്തമ ചങ്ങാതിമാരായി മാറണം. പൊട്ടിപ്പോയ നിങ്ങളുടെ ബിസിനസ് വീണ്ടും ആരംഭിക്കണം. എന്നിട്ട് കാറ്റാടിമലയിലെ ഏറ്റവും നല്ല സംരംഭകരായി നിങ്ങൾ രണ്ടുപേരും മാറണം. എന്താ, രണ്ടുപേർക്കും സമ്മതമല്ലേ? ശരി ആശാനെ, ശരി ആശാനെ. അല്ല പപ്പീസേ, ഇത്ര പെട്ടെന്ന് നിനക്ക് എങ്ങനെയാ ഒരു മാറ്റം വന്നത്? ആശാനെ, എന്റെ അടുത്തൊരു ദൂതൻ വന്നിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ആശാനെ, പപ്പീസ് പുളുവടിക്കുന്നതാ. പപ്പീസേ, എന്താ ദൂതന്റെ പേര്? ദൂതന്റെ പേര് ചങ്ങാതി എന്നാ പറഞ്ഞത്. ആ പിന്നെ, ലോകത്തിൽ ആദ്യമായിട്ടാ ചങ്ങാതി എന്ന് പേരുള്ള ഒരു ദൂതനെ ഞാൻ കാണുന്നത്. ഇത് നല്ല ഒന്നാന്തരം പുളുവടിയാണ് ആശാനെ. പപ്പീസേ, നീ വെറുതെ ഉരുണ്ട് കളിക്കല്ലേട്ടോ. മോട്ടു, പപ്പീസിനെ കപിലിനോടുള്ള ദേഷ്യം മാറാൻ ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഈ കപിലും പ്രാർത്ഥിച്ചിരുന്നു.
ഈ പുളു പിടിക്കുന്ന പപ്പീസിന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ആഹാ, അപ്പോ നമ്മളെല്ലാവരും നന്നായി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം പപ്പീസിൽ മാറ്റം വരുത്തിയത്. അല്ല പപ്പീസേ, ആ ചങ്ങതിയുടെ വല്ല ഫോട്ടോ വല്ല നീ എടുത്തു വെച്ചിരുന്നോ? ഏയ്, അതിനൊന്നും സമയം കിട്ടിയില്ല. പക്ഷേ ആ ചങ്ങാതി ഇപ്പോൾ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. നല്ല കുന്തിരിക്കത്തിന്റെ മണം വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ ചങ്ങാതി വന്നിട്ടുണ്ട്. എന്നിട്ട് കാണുന്നില്ലല്ലോ. ഇന്ന് നീ എന്താ സ്കൂളിൽ പോവാഞ്ഞേ? മഴയാന്ന് പറഞ്ഞോട്ടോ നീ സ്കൂളിൽ പോവാഞ്ഞേ? നീ പാട്ട് പാടി, നീ എന്റെ സോപ്പൊന്നും അടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യണം, ഈ പ്രോഗ്രാമിന് അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി കഴിയുമ്പോഴത്തേന് നീ അങ്ങ് പെട്ടെന്ന് സ്കൂളിൽ പോകണം. ഉറങ്ങിയാൽ ശരിയാവത്തില്ല മോനെ, നിനക്ക് പഠിക്കണ്ടേ? ഇപ്പൊ നീ വീട്ടിൽ ഇരുന്നാ പഠിക്കാൻ പറ്റുമോ? വീട്ടിൽ ഇരുന്ന് പഠിക്കുമായിരിക്കും, എന്നാ സ്കൂളിലെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കാനും അത് വേണ്ടടാ കിട്ടൂ. ആ, അത് വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഈ കുഞ്ഞുങ്ങളോട് നീ എന്തോ പറഞ്ഞു കൊടുക്കണ്ടേ? എന്തുവാ സ്കൂളിൽ പോകണ്ടെന്നാണ് ഈ പിള്ളേരോട് പറയണേ? അത് ശരിയാ, ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും, അങ്ങനെയാണോ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞ അപ്പൊ എന്തുവാ ചെയ്യേണ്ടത്? ആ, നീ തന്നെ പറഞ്ഞു കൊടുക്ക്. ആ, മടി പിടിച്ച് ഇരിക്കാൻ പാടില്ല. ഈ മടി പിടിച്ചിരിക്കാന്നുള്ളത് ആരുടെ പണിയാടാ? അപ്പൊ നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലേ? അപ്പൊ നിനക്കറിയാം, പിശാചിന്റെ പണിയാണ് നമ്മളെ മടി പിടിച്ച് വീട്ടിൽ ഇരുത്തുക, പഠിക്കണ്ട, ചുമ്മാതെ കളിച്ച് ചിരിച്ച് നടക്കുന്നുള്ളത് മാത്രമാണോ നമ്മുടെ ഡ്യൂട്ടി? സ്കൂളിൽ പോയി നന്ന അധ്യാപകർക്ക് ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ് ഒക്കെ പറയണ്ടേടാ? ആ, നീ ഓടി പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു നല്ല കുട്ടി എന്ന് എല്ലാരും പറയത്തുള്ളൂ. അപ്പം നമ്മുടെ മടി ഉണ്ടെങ്കിൽ പിശാച് നമ്മളെങ്കിലും കൂട്ടിക്കൊണ്ടു പോകും. പിശാചിന്റെ കൂടെ പോണോ ഈശോയുടെ കൂടെ പോണോ? കണ്ടോ, ഈശോയുടെ കൂടെ പോകണമെങ്കിൽ മടി മാറ്റി നന്നായിട്ട് ആക്റ്റീവായി തന്നെ നീ നിൽക്കണം. ആരും റെഡി? നിങ്ങൾ റെഡിയാണോ എന്നാണ് കിട്ടു ചോദിക്കുന്നത്. അപ്പൊ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കണോ, അതോ ഈ മഴയത്ത് മൂടി പിടിച്ച് ഉറങ്ങണോ, അതോ നന്നായിട്ട് പഠിക്കണോ? ഭാവിയിൽ ആരാവണം നിനക്ക്? വേണ്ടോ കിട്ടു, നിനക്ക് അച്ഛനാവണമെങ്കിൽ ഉറങ്ങിയാൽ അച്ഛനാവത്തില്ല, സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കനായാലും അച്ഛനാവും. അപ്പൊ നിങ്ങൾക്കും ഭാവിയിൽ നന്നായിട്ട് വളരണ്ടേ? നന്നായിട്ട് പഠിച്ച് ഈ മടിയൊക്കെ പിശാചിനെയൊക്കെ തോൽപ്പിച്ചിട്ട് സ്കൂളിൽ പോയി പഠിച്ചോ. ആരും റെഡി? ഓക്കേ.